നമ്മൾ ഹിന്ദുക്കൾക്ക് ഇല്ലാതായി പോകുന്ന എന്താണ്? എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ്. എന്നെ അടുത്തിടെ ആകർഷിച്ച, കണ്ണ് നിറയിച്ച, മനസ്സ് നിറയിച്ച ഒരു വീഡിയോ. ഒരു ചെറിയ കുട്ടി ഉസ്താദിനെ വിളിച്ചിട്ട് ഒരു സൈക്കിൾ ചോദിക്കുകയാണ്. ഉസ്താദെ, എനിക്കൊരു സൈക്കിൾ വേണം. നമുക്കൊന്ന് കേൾക്കാം. അത് കേൾക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഉസ്താദിനോട് ഒരു സൈക്കിൾ ചോദിക്കുകയാണ്. ആ കുട്ടിയുടെ അച്ഛൻ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയതാണ്. അപ്പൊ ഉസ്താദ് പറയാണ്, കുഴപ്പമില്ല, ഞാനൊന്ന് മേടിച്ചു തരാം. എന്നിട്ട് ഉസ്താദിന്റെ നല്ലൊരു പോസ്റ്റ് ഉണ്ട്, ഉപ്പയില്ലെങ്കിൽ നിനക്കൊരു ഉസ്താദ് ഉണ്ടെന്ന് പറയൂ മുത്തേ എന്ന് പറഞ്ഞ്. ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഫിഗേഴ്സ് ആണ് നമ്മൾ ഹിന്ദുക്കൾക്ക് യഥാർത്ഥത്തിൽ ഇല്ലാത്തത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഉസ്താദെ, എന്തെങ്കിലും ഇതേപോലെ പറയണം കേട്ടോ. ഞാൻ ഇങ്ങനെ പേഴ്സണലി വിളിച്ചും പറയാം. ഇതേപോലെ താങ്കളുടെ ഇതിന് കാര്യം താങ്കളാവുമ്പോൾ വെരിഫൈയും ചെക്കും ഒക്കെ ചെയ്തിട്ട് കൊടുത്തോളും. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒന്ന് കാണണം. ഞാൻ പഠിക്കുന്ന 5ാം ക്ലാസ്സിലാണ്. അപ്പൊ എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട് ഉസ്താദ്, എനിക്കൊരു സൈക്കിൾ വേണമെന്നുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരെയും നോക്കുന്നത് എന്റെ ഉമ്മിയാണ്. അപ്പൊ എന്റെ എനിക്ക് വാപ്പിയില്ല. അപ്പൊ ഉസ്താദ് എങ്ങനെയെങ്കിലും പറ്റുവാണെങ്കിൽ എനിക്ക് ആ സൈക്കിൾ മേടിച്ചെന്നെ ഉസ്താദെ. ഒരുപാട് ഇഷ്ടം ഉസ്താദ്. ഞാൻ എപ്പോഴും വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് ഉസ്താദിന്റെ. സങ്കടപ്പെടേണ്ട ഉസ്താദില്ലേ മുത്തേ, ഇതിന്റെ ആഗ്രഹം പറഞ്ഞു ഇൻഷാല്ലാ സാധിച്ചു തരാം. ഞാൻ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞോട്ടെ കേട്ടോ. ഇപ്പൊ തന്നെ പൈസ അയച്ചുതരാം. ഉണ്ണിയായിട്ട് ഇപ്പൊ തന്നെ പോയി സൈക്കിൾ വാങ്ങിക്കും. പക്ഷെ ഒരു കാര്യം ഉസ്താദ് പറയാണ്, എന്റെ പൊന്നുമോൻ സൈക്കിൾ കിട്ടിയാലും പഠനത്തിന് യാതൊരുവിധ വിഘാതം ഉണ്ടാകാൻ പാടില്ല. സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴും സൈക്കിൾ ഉപയോഗിക്കുക, ഒഴിവുള്ള സമയത്ത് ഔട്ടുക. സൈക്കിൾ കിട്ടിയതിന്റെ സന്തോഷത്തിൽ പഠനത്തിൽ പിന്നോക്കം പോകരുത്. നിങ്ങൾ പഠിച്ചു വലുതായി ഉമ്മിക്കൊരു തണലാകാൻ ഇല്ലാതെ ഉമ്മി നിങ്ങൾ നോക്കല്ലേ. ഇക്കാലം അത്ര ഉമ്മി നിന്നെ കൊണ്ട് ജീവിച്ചില്ലേ. ഇനി ഉമ്മിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മിക്ക് തണലാകണമെങ്കിൽ നിങ്ങൾ പഠിച്ച് നന്നാകണം. നീ നിന്റെ പെങ്ങൾ നന്നായിട്ട് പഠിക്കണം. അള്ളാഹു നല്ല ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും സഹായിക്കാൻ മുന്നിട്ട് വരുന്ന പ്രവാസ ലോകത്തുള്ളതും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. ഇൻഷാല്ലാ ഇപ്പൊ തന്നെ പൈസ അയച്ചാൽ കേട്ടോ. ഗൂഗിൾ പേ നമ്പർ അയച്ചോ. അസ്സലാമലൈക്കും ഉസ്താദെ. പൈസ വന്ന് ഞാനും എന്റെ ഉമ്മച്ചിയും പോയി സൈക്കിൾ കടയിലെ ഷോപ്പിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ മേടിച്ച് വീട്ടിൽ വന്ന് എനിക്ക് ഒരുപാട് ഹാപ്പി ഉസ്താദെ. ഞാൻ ഉസ്താദിനിക്ക് നേരിട്ട് കാണുന്ന ഹഗ് ചെയ്ത് ഞാൻ കുറെ ഉമ്മ ഒരുപാട് ഹാപ്പി ഉസ്താദ്. മെസ്സേജ് ഇടുമെന്നോ വിളിക്കുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉസ്താദെ. ഞാൻ ഉസ്താദിനെ നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യും, ഉസ്താദിനെ കാണാൻ വേണ്ടി. ഉസ്താദെ, ഞാൻ ഒരുപാട് വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ ഈ സൈക്കിൾ മേടിക്കാൻ വേണ്ടി. താങ്ക് യു ഉസ്താദെ. ഉസ്താദെ ഇതാണ് എനിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തില് മതത്തിന്റെയും ആത്മീയതയുടെയും സമുദായത്തിന്റെയും ഒക്കെ സ്ഥാനം അങ്ങനെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് വിശ്വാസം അല്ലെങ്കിൽ മതം എന്ന് കാൾ മാർക്സ് പറയുന്നത് പോലെ നമുക്ക് ഒരു ഊന്നുവടിയും താങ്ങുവാണ്. ആ കുട്ടി അത്ര കോൺഫിഡൻസും വിശ്വാസത്തോടെയാണ്. ഇതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പള്ളിയിൽ അച്ഛന്മാരെ അച്ചോ എന്ന് വിളിക്കുന്നത്, പിതാവേ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും പോലെ സമൂഹത്തിൽ നമ്മൾ അനാഥരല്ല, ഒരു പിതാവുണ്ട്. അതുകൊണ്ടാണ് പള്ളിയിൽ അച്ഛന്മാരാകട്ടെ കന്യാസ്ത്രീമാരാകട്ടെ നമുക്ക് എന്നും ഒരു അത്താണിയാകുന്നത്. നമ്മൾ ഹിന്ദുക്കൾക്കില്ലാത്ത പ്രധാനത അത്തരത്തിൽ ആൾക്കാരാണ്. നമ്മുടെ പൂജാരിമാർ മഹാന്മാരാണ്, നല്ലവരാണ്, ഒന്നുമില്ല എന്നല്ല. പക്ഷേ അവർ ദൈവീകമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാണ്. അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും. നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ സന്യാസി സമൂഹത്തിൽ നിന്ന് ഇത്തരം ഉസ്താദുമാരും പള്ളിയിലച്ചന്മാരുമാണ്. അതായത് ആ കൊച്ചു പയ്യന് വലുതാവുമ്പോൾ നമുക്കെല്ലാം ചെറിയ പ്രായത്തിലൊരു ബൈക്ക് വേണമെന്നോ അല്ലെങ്കിൽ സൈക്കിൾ വേണമെന്നോ ഇല്ലേ. അവന്റെ വീട്ടിൽ പറയാൻ ആരുമില്ല. അമ്മ വളരെ ബുദ്ധിമുട്ടുള്ള ഫാമിലിയിലെയാണ്. അപ്പൊ ഒരു അച്ഛനില്ല. അപ്പോൾ ഒരു അച്ഛനെ പോലെ, ഒരു അമ്മയെ പോലെ, മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും പോലെ സമൂഹത്തിൽ നമ്മളെ പിന്തുണയ്ക്കാനുള്ള ആൾക്കാർ. അതാണ് നിരീശ്വരവാദികൾ പലപ്പോഴും കാണാതെ പോകുന്നത്. അതാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് ഇല്ലാതെ പോകുന്നത്. ആ ഒരു സപ്പോർട്ട് മെക്കാനിസം, ആ പയ്യന്റെ ആ ജെനുവിനെസ്സും. ഉസ്താദെ പോലുള്ളവർ എത്ര ഈ വീഡിയോ ഒക്കെ ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതൊരു സമൂഹത്തെ നല്ല നിലയെ നയിക്കും. എനിക്ക് ആ ടോണും സ്വരവും വല്ലാതെ തന്നെ ആകർഷിച്ചു. ഞാൻ പഠിക്കുന്ന 5ാം ക്ലാസ്സിലാണ്. അപ്പൊ എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട് ഉസ്താദ്, എനിക്കൊരു സൈക്കിൾ വേണമെന്നുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരെയും നോക്കുന്നത് എന്റെ ഉമ്മിയാണ്. അപ്പൊ എനിക്ക് വാപ്പിയില്ല. അപ്പൊ ഉസ്താദ് എങ്ങനെയെങ്കിലും പറ്റുവാണെങ്കിൽ എനിക്ക് ആ സൈക്കിൾ മേടിച്ചെന്നെ ഉസ്താദെ. ആ കുഞ്ഞിന്റെ നന്മയെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം പലപ്പോഴും നമ്മുടെ ഹിന്ദു സമൂഹത്തിലില്ല.
നമ്മളൊരു ഹിന്ദുസ്, അപ്പോൾ ഉസ്താദ് ആര് വിളിച്ചാലും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആര് വിളിച്ചാലും ഉസ്താദ് ചെയ്തു കൊടുക്കും. പക്ഷേ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന ഉസ്താദിനെ പോലെയോ പള്ളിയിലച്ചന്മാരെ പോലെയോ കന്യാസ്ത്രീമാരെ പോലെയോ നമ്മുടെ സമൂഹത്തിൽ തത്തുല്യമായ ആൾക്കാർ, അതായത് പണ്ട് സ്വാമി അയ്യപ്പന്റെ ഭാഷയെ പറഞ്ഞാൽ ഗുരുസ്വാമിമാർ. ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ ദൈവീക ആത്മീയ പാത കാണിച്ചു തരുന്നവനുമാണ്, നമ്മളെ പിന്തുണയ്ക്കുന്നതുമാണ്. ശബരിമല യാത്രയെ കൊണ്ടുപോകുന്നവരാണ് ഗുരുസ്വാമിമാർ എന്ന് പറയുന്നത്. ദേ ആർ ഗൈഡുകളാണ് അവർ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഗൈഡ്സ്. അത്തരത്തിലുള്ളൊരു മെക്കാനിസമാണ് നമുക്ക് ഇല്ലാതായി പോയത്. എനിക്കത് ഭയങ്കര, ഉസ്താദെ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും. ഉസ്താദ് എല്ലാവിധ പിന്തുണയും ഉസ്താദിന് കൊടുക്കാൻ തയ്യാറാണ്. ഇത് നമ്മുടെ ഇടയിൽ, ഞാൻ സംഘടനകളെ ഒന്നും പറയുന്നില്ല, വർഗീയത അല്ലെങ്കിൽ പരസ്പരം വിഷം ഉണ്ടാക്കാനല്ലാതെ നമുക്കത്തരം മെക്കാനിസമോ നമുക്കങ്ങനെ ഒരു സപ്പോർട്ട് മെക്കാനിസമോ ഇല്ല. അങ്ങനെ ഒരുപാട് പേരെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമില്ലാതെ ഉസ്താദ് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അടുത്ത എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ട ഒരു സുജിത്തിന്റെ കാര്യവും കൂടി, എനിക്കൊന്ന് സുജിത്തിന്റെ അമ്മ സംസാരിക്കുന്നത് കൊണ്ട്. സുജിത്തിന് കാലില്ല, ഞാൻ അതും കൂടെ എടുക്കാം. എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എന്റെ മകൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് ആഴ്ച വന്ന് എന്റെ മകനെ നോക്കാനുള്ള നിവൃത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ മകന് കാല് പിടിപ്പിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയത്, ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഉസ്താദാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ദൈവം അഴച്ച ഒരാളാണെന്നാണ് ഞങ്ങൾ കണക്കാക്കി. ഉസ്താദിനെ ഇഷ്ടപ്പെടില്ല, കാര്യം ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസമൊക്കെ പ്രകാരം ഉസ്താദ് ഏകദൈവ വിശ്വാസിയാണ്. ഞങ്ങൾ ഹിന്ദുക്കളിൽ ദൈവം എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടെ ലിബറലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഉസ്താദിനെ ദൈവം ഐസ എന്ന് പറയുന്നതിന്റെ കാര്യം. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്ന മെക്കാനിസത്തിനോടൊപ്പം സമൂഹത്തിൽ നന്മ പടർത്താൻ കഴിയും. കണ്ടില്ലേ, സുജിത്തിന്റെ കാല് മുറിച്ചു പോയതാണ്. സുജിത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം, 2 വയസ്സുള്ള കുഞ്ഞാണ് സുജിത്തിനുള്ളത്. അതിനെ ഒന്ന് സ്വന്തം ആരോഗ്യത്തോടുകൂടി എടുക്കാൻ പോലും സുജിത്തിന് വയ്യ. സുജിത്ത് എന്നോട് വിട്ട വോയിസ് ഒക്കെ പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്, പലരും കേട്ടിട്ടുള്ളതാണ്. വളരെ നിസ്സഹായമായ അവസ്ഥയാണ്. വേറെ മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, സുജിത്തിനൊരു വേറെ ഒന്നും വേണ്ട, ഒരു കാല് പിടിക്കണം, വെക്കുകാല്. കാരണം അവൻ എന്റെ പ്രായമാണ്. എനിക്ക് 3 മക്കളാണ്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന, ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന കാണുമ്പോൾ അവന്റെ അവസ്ഥ കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമാണ്. ഉസ്താദിന്റെ മക്കൾക്ക് ഓഫ്കോഴ്സ് ഉസ്താദ് ചെയ്യുന്ന പുണ്യം ഉസ്താദിനും ഉണ്ടാവും, പക്ഷെ ആ മക്കൾക്ക് ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ആശുപത്രി കിടന്ന സമയത്ത് ഉസ്താദ് എന്റെ ഒരു വീഡിയോ കൊണ്ടാണ് ഉസ്താദിന് എന്നെ സഹായിക്കാൻ സാധിച്ച്. അങ്ങനെയാണ് എന്റെ ജീവൻ കിട്ടിയത് തന്നെ. അപ്പൊ ആ ജീവൻ കിട്ടിയതിന്റെ ആ സമയത്ത് എന്റെ കാലും മുറിച്ച് കളഞ്ഞ് ഇപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജോലിക്ക് പോകണമെങ്കിലും കുഞ്ഞിനെയൊക്കെ നോക്കണമെങ്കിലും അത് കാല് വെക്കുന്നതിന് നല്ലൊരു തുകയാകും എന്നാണ് പറയണത്. ഞങ്ങളെ കൊണ്ട് ഇപ്പൊ സാധിക്കാൻ പറ്റൂല, കാരണം ഒരുപാട് പൈസ ഹോസ്പിറ്റലുമായി. ക്ഷമിക്കാൻ നമുക്ക് മാർഗം ഉണ്ടാക്കാം. സുഹൃത്തെ, എനിക്ക് ഏറ്റവും ഇനി ഉസ്താദ് അതിന്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉസ്താദിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കൃത്യമായ ഫോളോ അപ്പും കൂടെ കൊടുത്ത് ഉസ്താദ്, ഞാൻ കുറച്ച് ദിവസം മുമ്പേ വീഡിയോ വേണമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ CJP കാര്യങ്ങളിലും സാധനങ്ങളിലും ഒക്കെ ഇതായിരുന്നല്ലോ. ആ സുജിത്തിന് വെപ്പ് കാലെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. യഥാർത്ഥത്തില് നമ്മൾ ഹിന്ദുക്കള് ഇതിൽ നിന്ന് പോസിറ്റീവ്ലി ഇൻസ്പയർഡ് ആകണം. ഉസ്താദിനെ ചീത്ത വിളിക്കുകയും മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നതുകൊണ്ടോ ക്രിസ്ത്യാനികളെ ചീത്ത വിളിക്കുന്നതിന്റെ അർത്ഥമില്ല. കണ്ണില്ലാത്തവന്റെ കണ്ണാണ്, ഹൃദയമില്ലാത്തവന്റെ ഹൃദയമാണ്, കാലില്ലാത്തവന്റെ കാലാണ്, സൈക്കിൾ ഇല്ലാത്തവന്റെ സൈക്കിളാണ് അവിടെ ദൈവം അവതരിപ്പിക്കുന്നത് വ്യത്യസ്ത വഴികളിലാണ്. ആ വഴികളിൽ ഇല്ലാത്തവന്റെ മുമ്പിൽ ഉണ്മയായി ഉള്ള കാര്യമായിട്ട് അവതരിക്കുന്നത് അതാണ് ദൈവം. ദൈവീകത എന്നർത്ഥത്തിലെ ദൈവമാണ് പറയുന്നത്. അപ്പോൾ ആ നന്മ പടർത്താൻ ഉസ്താദിന് കഴിയട്ടെ. നമ്മൾ ഹിന്ദുക്കൾക്കും സമാനമായ രീതിയിൽ അത്തരം ഒരു കാര്യമാണ്. നമ്മുടെ പൂജ, ആത്മീയ, സന്യാസ മേഖലയിലൊക്കെ നിൽക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരുപാട് ചാരിറ്റിയും കൂടെ ചെയ്യണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഉസ്താദിന് പ്രണാമം.